തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നവംബർ 10-ാം തീയതി രാവിലെ 9:30-നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്ഥലം എംഎൽഎമാർ, എംപിമാർ, കോർപ്പറേഷൻ മേയർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുന്നതിനുവേണ്ടി ആബാലവൃദ്ധം ജനങ്ങൾ സദസ്സിലും വേദിയിലുമായി രാവിലെ തന്നെ തിങ്ങി നിറഞ്ഞിരുന്നു. ഏകദേശം 30,000-ത്തോളം അപേക്ഷകളാണ് ജനസമ്പർക്ക പരിപാടിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിൽ 25,000-ത്തോളം പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാത്രമായി 59 ലക്ഷം രൂപ അനുവദിച്ചു. ചികിത്സാ ധനസഹായം, വികലാംഗർ, വിധവകൾ തുടങ്ങിയവർക്കുള്ള പെൻഷൻ, വീട് നിർമ്മിക്കാനും പുനരുദ്ധരിക്കാനും പഠന ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് കൂടുതൽ അപേക്ഷകളും പരാതികളും ലഭിച്ചത്. വികലാംഗനായിട്ടുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിക്ക് 4 സഹായങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തു. 25,000 രൂപ ധനസഹായവും അതോടൊപ്പം അദ്ദേഹത്തിനെ പരിപാലിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവിന് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം കൊടുക്കാൻ കഴിഞ്ഞു. അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് സത്യത്തിൽ ഈ ഒരു സമ്പർക്ക പരിപാടി ചെയ്ത അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി കൊടുക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. വികലാംഗരുടെ പെൺമക്കളുടെ വിവാഹത്തിനു വേണ്ടി 10,000 രൂപ വീതവും, പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന 24 പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും, തൊഴിൽ സംരംഭകരായ 20 പേർക്ക് 20 ലക്ഷം രൂപയും, വികലാംഗരായവർക്ക് വീൽ ചെയറുകളും അനുവദിച്ചത് ഈ പരിപാടിയുടെ വിജയഘടകങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ശേഖർ എന്നാണ്. ഹാർട്ട് പേഷ്യൻ്റാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തപ്പോൾ ധനസഹായം 10,000 രൂപ കിട്ടി. പിന്നെ 4 മക്കളുണ്ട്, 3 പെണ്ണും 1 ആണുമാണ്. പിന്നെ അവർ ആ സഹായം തന്നതുകൊണ്ട് നമുക്ക് അതൊരു വലിയൊരു ഉപകാരമാണ്. മുഖ്യമന്ത്രിക്ക് നന്ദി പറയണം. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ വേദിയിൽ പരിഹാരം കണ്ടപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസമ്പർക്ക പരിപാടി ഒരു സുവർണ അവസരമായി മാറുകയായിരുന്നു.